പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. യേശു ഏറ്റവും പ്രിയമുള്ള സഹോദരി സഹോദരന്മാരെ, ഒരു നല്ല ദിവസം എല്ലാവർക്കും ആശംസിക്കുന്നു. ഇന്ന് നാം ധ്യാനിക്കുന്നത് എങ്ങനെയാണ് ദൈവത്തിൻ്റെ കൃപ സ്വീകരിക്കാനുള്ള ഒരു പ്രധാന മാർഗം. അതിനു പറ്റിയ വചനമാണ് റോമാലേഖനം 12-ാം അധ്യായം 20-ാം വാക്യം. നിന്റെ ശത്രുവിനെ വിശക്കുന്നുവെങ്കിൽ ഭക്ഷിക്കുവാനും ദാഹിക്കുന്നുവെങ്കിൽ കുടിക്കുവാനും കൊടുക്കുക, ഇതുവഴി നീ അവൻ്റെ ശിരസിൽ തീക്കനൽ കുന കൂട്ടും. പ്രിയമുള്ളവരെ, ആനണി സക്കറിയ എന്ന വിശുദ്ധൻ പറയുന്നത്, നമ്മെ എതിർക്കുന്നവരെ വെറുക്കുന്നതിന് പകരം അവരെ സ്നേഹിക്കുകയും അനുകമ്പ കാണിക്കുകയും വേണം. കാരണം അവർ സ്വയം ദ്രോഹിക്കുകയും നമുക്ക് നന്മ ചെയ്യുകയും ചെയ്യുന്നു. അവർ നമ്മെ നിത്യമഹത്വത്തിൻ്റെ കിരീടങ്ങളാൽ അലങ്കരിക്കുകയും ചെയ്യുന്നു. അതേസമയം അവർ ദൈവത്തിൻ്റെ കോപം സ്വയം ക്ഷണിച്ചു വരുത്തുകയും ചെയ്യുന്നു. പ്രൈസ് ദി ലോർഡ്. പ്രിയമുള്ളവരെ, ഈ വചനം നമ്മെ പഠിപ്പിക്കുന്നത് ശത്രുക്കളോട് പോലും നന്മയാൽ തിന്മയെ ജയിക്കുവാൻ നമുക്ക് സാധിക്കണം. പ്രതികാരം ചെയ്യുന്നതിന് പകരം തങ്ങളോട് ദ്രോഹിച്ചവരോട് ദയയും ഉദാരതയും കാണിക്കണമെന്നാണ് ഈ വചനം അർത്ഥമാക്കുന്നത്. ഈ ദയാപ്രവൃത്തി ഒടുവിൽ നമ്മെ വേദനിപ്പിച്ചവരെ അവരെ ലജ്ജയിലേക്കും പശ്ചാത്താപത്തിലേക്കും നയിക്കുവാൻ ഇടയാക്കുമെന്നും അതു വലിയ മാനസാന്തരത്തിലേക്ക് നയിക്കുമെന്നും സ്നേഹത്തിൻ്റെയും കൃപയുടെയും ഒരു പരിവർത്തന ശക്തി അവരെ നയിക്കുമെന്നാണ് പറയുന്നത്. പ്രൈസ് ദി ലോർഡ്. എങ്കിൽ പ്രിയമുള്ളവരെ, അതാണ് വചനം പറയുന്നത്. നമ്മൾ അവരെ സ്നേഹിക്കുമ്പോൾ, നമ്മളെ ദ്രോഹിച്ച മക്കളെ നമ്മൾ ഉൾക്കൊള്ളുമ്പോൾ, അവരുടെ കരുണ കാണിക്കുമ്പോൾ, വചനം പറയുന്നു അവൻ്റെ തലയിൽ തീക്കനൽ കൂട്ടും. എങ്കിൽ പ്രിയമുള്ളവരെ, നമ്മളെ ദ്രോഹിക്കുന്നവരുടെ ജീവിതത്തിൽ അപ്രതീക്ഷിതമായ ദയയുടെ ആഴമായ സ്വാധീനം വരുവാൻ വേണ്ടി നമ്മൾ പ്രാർത്ഥിക്കണം. അവരുടെ മനസാക്ഷിയെ ഇളക്കും, വലിയ പശ്ചാത്താപത്തിലേക്ക് നയിക്കുകയും ചെയ്യും. പ്രൈസ് ദി ലോർഡ്. ഇന്ന് ധ്യാനിച്ച വചനഭാഗം മറക്കരുതേ. നമ്മെ ദ്രോഹിച്ച മക്കളെ സ്നേഹിക്കുകയും അവർ ദയ കാണിക്കുകയും അവർ അനുകമ്പ കാണിക്കുകയും ചെയ്യുക നിമിത്തമായിട്ട് അവരിൽ പശ്ചാത്താപവും ഒക്കെ വരും. ദൈവം നമ്മെ അനുഗ്രഹിക്കുകയും ചെയ്യും. പ്രൈസ് ദി ലോർഡ്. ദൈവത്തിന് വാഗ്ദാനമായി എടുക്കണം. പ്രിയമുള്ളവരെ, പ്രത്യേകിച്ച് എല്ലാവർക്കും വേണ്ടി പ്രാർത്ഥിക്കുന്നു. ഒപ്പം തന്നെ ഗാകുൽത്ത ധ്യാന കേന്ദ്രത്തിൻ്റെ പ്രത്യേക ശുശ്രൂഷയായ ഗാകുൽത്ത വാഗ്ദത്തം എടുത്ത മക്കൾക്ക് പ്രത്യേകം ഈ ഒരു വചനഭാഗം പങ്കുവയ്ക്കുന്നു. എല്ലാവരും അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. സ്നേഹിച്ചുകൊണ്ട് എല്ലാവരും സ്വന്തമാക്കുവാനും അവർ അനുതാപത്തിലേക്ക് നയിക്കുവാനും നമ്മുടെ ക്ഷമ കാരണമാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ദൈവം എല്ലാവരും അനുഗ്രഹിക്കട്ടെ. ഈശോയുടെ ശക്തമായ അനുഗ്രഹം നിങ്ങളുടെ കൂടെ ഉണ്ടാകട്ടെ. ദൈവ സാന്നിധ്യം ഇന്ന് മുഴുവൻ അനുഭവിക്കാൻ നിങ്ങൾക്ക് സാധിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. അച്ഛനീശ്വര ആശീർവാദം തരാം. നമ്മുടെ കർത്താവായ ശംശാകൃപയും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാത്മാവിൻ്റെ സഹവാസവും നമ്മെല്ലാവരോടും കൂടെ ഉണ്ടായിരിക്കട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ. ഒരു നല്ല ദിവസം എല്ലാവർക്കും ആശംസിക്കുന്നു. എല്ലാവരും കർത്താവ് അനുഗ്രഹിക്കട്ടെ.